ഇങ്ങോട്ടിരിക്കാം. ഒന്ന് എണീറ്റേ സാറ്. വേണ്ട. ആരായവൻ? പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ. പാവ. സ്കൂട്ടർ പഞ്ചറായിട്ട് ഒട്ടിക്കാൻ വേണ്ടി വന്നതാ. ആ നത്തിനെ കണ്ട? ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വന്നാ ഞാൻ അന്വേഷിച്ചായിട്ട് പറഞ്ഞേക്ക്. കുടിക്കാൻ എന്തെങ്കിലും? ഓ എന്റെ പൊന്നു സാറേ, അങ്ങനെ കണ്ടപ്പോ ഒന്ന് എണീക്കാൻ പാടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടൊന്നും മിണ്ടിയില്ല. ആരാ ഇയാള്? അറിയില്ലേ? കരീം ഭായി. ബോംബെയിലായിരുന്നു. ബോംബെ കിട്ടുകിട ഉറപ്പിച്ചവനാ. 4-5 കൊല്ലമായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ. നമ്മുടെ ഹൈദരാലി ഒതുക്കിയത് മൂപ്പരാ. ഹൈദരാലിയെ കേട്ടിട്ടില്ലേ? ഇല്ല. ഇല്ലേ? ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ. മലബാറിൽ പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ. എന്താ കാര്യം? കരീം ഭായിയുടെ ഒറ്റ ഇടിയാ. അപ്പ ഛർദിച്ചു 2 ഇടം കഴിച്ചോരാ. എന്നിട്ട് ആള് മരിച്ചോ? 8ാം പൊക്കം. കേസൊന്നും ഉണ്ടായില്ലേ? എന്ത് കേസ്? കൊല്ലും കൊലയൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടിക്കളിയാ. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ വളരെ ഡീസന്റാ. ഈ നത്തായിട്ട് എന്താ ബന്ധമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആരെയും നത്ത്? ഒന്ന് വെച്ചാ 2, 2 വെച്ചാ 4. ആർക്കും വെക്കാം, എവിടെ വെക്കാം. വെച്ചോളി. ക്ലാവറിന്റെ കളം കാലിയാണ്. വെച്ചോളി. 50 വെച്ചാ 100 വെച്ചോളി. ക്ലാവറിൽ വെക്കണ്ട, ആറ്റിൽ വെച്ചോ. ക്ലാവർ ചതിയനാ. ഞാൻ പറഞ്ഞു കേട്ടോ, മറ്റേ കാശിഞ്ഞും പോവും. 2 വെച്ചാ 4. 1 വെച്ചാ 2. പൊക്കാൻ പോകുന്നു. പൊക്കുന്നു. 1 2 3. ആ കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി. എന്റെ 300 റാണി പിടുങ്ങി. നിന്റെ കള്ളക്കളി നീ അവസാനിപ്പിക്കടാ പട്ടി. നാരായണ ചതിക്കരുത്, പാവാണ്. പോയിക്കോ. ഒന്ന് പറഞ്ഞാ കത്തി 2ാമത് കുത്ത്. അതാണ് നത്ത്. ഇതിനെ കരിമ്പായി. അതിന് ഞമ്മക്കെന്താ? അയാളെ പണിയോട്ടെ. എന്താ പേടിയുണ്ടോ? നമ്മളെന്തിനാ പഠിക്കുന്നത്? എടാ തത്തേ, എന്തോ ഇവിടെ വാ. ഞാൻ ചെല്ല്. ആ വിളിക്കണേ. ഞാൻ എന്തിനാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത്? ചെല്ലേന്ന്. ഇവിടെ വരാനല്ലേ പറഞ്ഞ? ആ പെണ്ണെവിട? ഏത് പെണ്ണ്? നീ കെട്ടിയ പെണ്ണ്. കെട്ടിയ പെണ്ണോ? കള്ളക്കളി കളിച്ചാ 2ന്റെ എല്ലിയ ഓടിക്കും. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമിനറിയാം. എവിടാ അവള്? എനിക്കറിയില്ല. കിട്ടിയ അന്ന് തന്നെ ഞാൻ പോകുന്നു. എത്ര കാശ് കിട്ടി? 5000 രൂപ. 2000 കിടക്ക്. ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ? അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇപ്പറഞ്ഞോ, നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ.